ഇറങ്ങുമ്പോ അച്ഛനും അമ്മയോടും മുത്തശ്ശിയോടും നിങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, സ്വന്തം കാലിൽ നിന്നിട്ട് എല്ലാം തിരിച്ചു പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന്. അത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ചതിച്ചവരെ മുഴുവൻ തോൽപ്പിക്കണം. എത്ര കാലം ഒരാൾ ജയിലില്, ഒരാള് തെരുവില്. ഞാൻ ഇവിടെ അടിമയായിട്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയല്ലോ. ഉർവശി, ഏട്ടത്തിയോട് നീ എങ്ങനെയാ പെരുമാറുന്നത്? ഒന്നും പറയണ്ട ചെറിയച്ച. ചെറിയമ്മ അമ്മയെ ഭരിക്കാൻ തുടങ്ങി. ഒരു കണക്ക് പറച്ചിലൊക്കെ വേണമല്ലോ. അമ്മയുടെ കാര്യത്തിലാ പ്രത്യേകം ശ്രദ്ധ വേണ്ടത്. എന്ത് പറഞ്ഞാലും എതിർപ്പ് പറയും. കാലം എത്ര കഴിഞ്ഞാലും അമ്മയുടെ മനസ്സില് നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല ചന്ദ്രേട്ടാ. അമ്മയാണെന്നുള്ള സ്ഥാനമൊന്നും നോക്കണ്ട. ഏട്ടത്തിയോട് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പെരുമാറിയാ മതി. പതുക്കെ പതുക്കെ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഓ, ചന്ദ്രേട്ടന്റെ തീരുമാനം അപ്പൊ അതാണോ? എങ്കിൽ പിന്നെ ഞാൻ ഏറ്റു. എന്റെ ഈശ്വര, കണ്ടല്ലോ, സമാധാനമായി. ഞാൻ അന്വേഷിച്ച് കുറേ അലഞ്ഞു. പിന്നെ വഴിയിൽ വെച്ച് കണ്ടു. വാ മക്കളെ. വാ മോനെ, വാ. ഇരിക്കേ. മോളെ, അവിടുന്ന് പരമേശ്വരൻ സാറ് വിളിച്ച് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയതാ. ഞങ്ങളെ തടഞ്ഞതാ. അത് നന്നായി മക്കളെ. എന്ത് നല്ല നിലയിൽ ജീവിച്ചവരാ അവരൊക്കെ. പെട്ടെന്നൊരു ദിവസം തെരുവിലിറങ്ങാന്നൊക്കെ പറഞ്ഞാ അവരെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. മോൻ എന്തായി ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ, നടന്ന കാര്യങ്ങളൊക്കെ സങ്കടമുള്ളതാ. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതും മോന്റെ വീട് തന്നെയാ. അച്ഛനും അമ്മയും ഇവിടെ ഉള്ളപ്പോ മക്കൾ ഒരിടത്തും പോകണ്ട. യശോദേ, നീ മോളെയും കൂട്ടി പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കും. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രണ്ടുപേരും. ഇല്ലച്ചാ, ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഞങ്ങൾ അവൻ്റെ കൂടെ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചു. അത് കഴിച്ചപ്പോൾ അവനങ്ങ് പോയെന്നേ ഉള്ളൂ. വരുണിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. അയാളുടെ ഫ്ലാറ്റിൽ നിന്നോളാനൊക്കെ പറഞ്ഞതാ. പിന്നെ അയാളുടെ ഭാര്യയ്ക്കത് ഇഷ്ടമല്ല. മോള് വാ. പ്രിയങ്കയായിട്ട് തുടങ്ങി വെച്ച ദുരന്തം അല്ലേ മോനെ? ഒരുപാട് കാരണങ്ങളുണ്ടച്ചാ. ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പിഴവുകൾ ഒരുപാട് സംഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്നും. വിശ്വസിച്ചൊരു ചതിച്ചു, അത്രേ ഉള്ളൂ. ഇക്കാര്യത്ത് നല്ലത് ചെയ്യുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരേണ്ടതല്ലോ. മോളെ, മോനാകെ മനസ്സ് തകർന്നിരിക്കുക. നമ്മള് പെണ്ണുങ്ങള് ഈ നേരത്താണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് പോലും അവരെ തളർത്താൻ പാടില്ല.
അവര് ചിലപ്പോൾ ദേഷ്യപ്പെടും, ബഹളം വെക്കും. കാരണം അവരുടെ നഷ്ടം, അവരുടെ വേദന അതൊക്കെ വലുതാ. മോന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും മോൾ അത് ക്ഷമിക്കണം, മിണ്ടാതെ കേട്ട് നിൽക്കണം. വരുൺ അങ്ങനെയൊന്നും പറയില്ലമ്മേ. പക്ഷേ വല്ലാതെ തളർന്നുപോയി. പിന്നെ ഈ നേരം വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് വരുണിന്റെ മനസ്സൊന്ന് നേരെയാക്കാനാ, ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാ. മോൻ ഒരു ജോലി കിട്ടാനാണോ പ്രശ്നം? മോൻ ചെന്ന് ചോദിച്ചാൽ എത്ര പേരാ അതിന് തയ്യാറാകുക? പഠിപ്പില്ലേ? എല്ലാം നോക്കി നടത്താനുള്ള മിടുക്കില്ലേ? മോനെ തോൽപ്പിക്കാനൊന്നും ആരും വളർന്നിട്ടില്ല മോളെ. ആരെ കൊണ്ടും അത് നടക്കില്ല. ഇറങ്ങുമ്പോ അച്ഛനും അമ്മയോടും മുത്തശ്ശിയോടും നിങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, സ്വന്തം കാലിൽ നിന്നിട്ട് എല്ലാം തിരിച്ചു പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന്. അത് മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. ചതിച്ചവരെ മുഴുവൻ തോൽപ്പിക്കണം. അച്ഛൻ ഉറപ്പുണ്ട്, മോനോട് മത്സരിച്ച് ജയിക്കാൻ അവിടെ ആർക്കും പറ്റില്ല. ഇപ്പോഴത്തെ അവരുടെ വിജയമൊക്കെ താൽക്കാലികമാണ്. അതൊന്നും നിലനിൽക്കില്ല. അതിന് ദൈവം അനുവദിക്കില്ല. എന്നാ ശരി മോനെ, നിങ്ങൾ കഴിക്ക. ശരി. വരുണാ വിളിച്ചത്. എന്തു പറഞ്ഞു? അവര് ആറ്റുവാശ്ശേരിയിലുണ്ട്. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയതാ. ദേവനാരായണൻ തിരുമേനി ചെന്ന് നിർബന്ധമായും കൂട്ടിക്കൊണ്ടു പോയെന്ന്. ഒരു കണക്കിന് അത് നന്നായി അമ്മേ. ഒറ്റപ്പെട്ടവർക്കൊരു സ്ഥലത്ത് നിൽക്കണ്ടല്ലോ. ദേവനാരായണൻ തിരുമേനി യശോദയും നമ്മളെക്കാൾ നന്നായി തന്നെ അവരെ നോക്കിക്കോളും. ആ, അത് കേട്ടപ്പോ ഒരു സമാധാനം. പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും ഒന്നും അവിടെ ഇല്ല. അത് തന്നെ ഭാഗ്യം. മനസ്സിൽ സങ്കടം ഒരുപാടുണ്ടെങ്കിലും ഇത് ആശ്വാസാ. ഒന്നില്ലെങ്കിലും നേരത്തെ വച്ചുണ്ടാക്കി കഴിക്കുന്നവരാണല്ലോ. അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവാ. നമ്മള് കഴിച്ചോന്നറിയാനാ അവൻ വിളിച്ചത്. എവിടെ ആയാലും അവനും രാധയ്ക്കും നമ്മളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവരെക്കുറിച്ചല്ലാതെ നമുക്കും വേറെ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ അമ്മേ. ആ, അമ്മ എഴുന്നേറ്റ് വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അവിടെ വന്നിരുന്ന് കഴിക്കണമെന്നില്ല പത്മിനി. എന്തെങ്കിലും ഒന്നിങ്ങോട്ട് മുറിയിലേക്ക് എടുത്താലേ അത് മതിയേ. എന്നിട്ടെന്തിനാ ജയിലിൽ കിടക്കുന്ന പോലെ ഈ മുറി കിടക്കാനാണോ? ആ, ഒരു കണക്കിന് ഇതൊരു ജയില് തന്നെയല്ലേ. കുറ്റം ചെയ്യാതെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നുവെന്ന് മാത്രം. എന്റെ മാത്രമല്ല, നിന്റെ അവസ്ഥ അത് തന്നെയാ. ആ, അമ്മ എഴുന്നേറ്റ് വന്നേ, വാ.